മനസ്സിലായില്ല. ഇപ്പൊ ന്യൂസിലൻഡിൽ നിന്നൊക്കെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുക. സമയം എന്താണോ നട്ടപ്പാതിരിയാണെന്നാ തോന്നുന്നു. ന്യൂസിലൻഡിൽ വിജയകുമാർ ന്യൂസിലൻഡിൽ പോയിട്ടുണ്ടോ? നന്നായി. അവിടെ കൂടെ കുളമാക്കിയില്ല. എന്നെ വിദേശ രാജ്യങ്ങളിൽ പര്യടനത്തിന് അയക്കാം, അമേരിക്കൻ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ വിടാം, ഗൾഫ് നാടുകളിൽ പര്യടനത്തിന് അയക്കാന്നൊക്കെ പറഞ്ഞ് ഞാൻ തൽക്കാൽ പാസ്പോർട്ട് എടുത്ത് അവിടെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ അതിനകത്തൊന്നും ഒരു പാറ്റയും കണ്ടു പോകുന്നു. നന്നായി. അവിടുന്ന് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ കേട്ടിട്ടുണ്ടോ? അവിടെ അറിയിപ്പ് വന്നിട്ടുണ്ട്, മേലാൽ ഇങ്ങനെയുള്ള കക്ഷികളെ ഇങ്ങോട്ട് അയക്കരുത്. അതാണ് പ്രശ്നം. ഇതിൽ പ്രവാസികളായ മലയാളികൾ, ഇന്ത്യക്കാരൊക്കെ ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ ഇരുന്നിട്ട് മാത്രമല്ല വിജയകുമാറിനുണ്ടല്ലോ ഇപ്പൊ വിദേശത്ത് പോകണമെന്നൊക്കെ ആഗ്രഹിച്ചു കഴിഞ്ഞാലേ മാടി വിളിക്കും. അങ്ങനെ മാടാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ കാത്തിരിക്കും. വിജയകുമാർ കാത്തിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കഴിയും വിജയകുമാർ വിദേശ രാജ്യങ്ങളിലേക്ക് ഒരുപാട് ക്ഷണം കിട്ടും. ഈ ആഴ്ച ഈ യോഗം നടക്കും. അപ്പൊ എന്തോ കൺട്രോളും എന്തോ പറയുന്നു. ഡൽഹിയിൽ ആർ.കെ. രാവിലെ പറഞ്ഞത് ഡൽഹിയുടെ ആകാശത്ത് ഒരു പടപടാ ശബ്ദമാണ്. എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് അത് മുന്നണികളുടെ സ്ഥാനാർത്ഥികളുടെ നെഞ്ചെടുപ്പാ പറയുന്നത്. അപ്പൊ അതിൽ കൂടി വരെ അപ്പൊ നമുക്കൊരു കാര്യം, രാധാകൃഷ്ണൻ നെഞ്ചിടിപ്പും കൂടി കാണുന്ന രാധാകൃഷ്ണൻ. ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ. ഡൽഹിയുടെ ആകാശത്ത് ടക് 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 കേൾക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്. പറയൂ. ഞാൻ ഈ പറഞ്ഞത് സത്യമാണ്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ രാഷ്ട്രീയ നേതാക്കളുടെ ഫോൺ വിളികൾ, അതിനുശേഷം ഇന്നലെ ഓരോരുത്തരും നമ്മളോട് സംസാരിക്കുന്നത്, അവർ സംസാരിക്കുമ്പോൾ വലിയ ആത്മവിശ്വാസമൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ നെഞ്ച് എങ്ങനെയാണ് ഇടിക്കുന്നതെന്ന് നമുക്ക് പുറത്ത് നിൽക്കുമ്പോൾ അറിയാൻ പറ്റും, വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് ഏതെങ്കിലും പക്ഷമല്ല, എല്ലാ പക്ഷത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെ. തങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടെന്നൊക്കെ അവർ പ്രതിഫലിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ മുഖം കണ്ടാലും നമുക്ക് അവിടെ നിൽക്കുമ്പോൾ അവരുടെ ഒരു ഫീലിംഗ് കണ്ടാലും വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടും അവരുടെ ചങ്കിടിപ്പ് എത്രത്തോളം വലുതാണ് എന്നുള്ളത്. കാരണം നിലവിലുള്ള സാഹചര്യത്തിൽ ഇവരുടെ പാർട്ടിയുടെ സംഘടനാപരമായിട്ട് നടത്തിയിരിക്കുന്ന അന്വേഷണങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥിതിവിവര കണക്കുകളും ഒക്കെ ഇവർ പ്രതീക്ഷിച്ച പോലെ ഒരു വിധി അല്ല ലഭ്യമാകുക എന്നൊരു കാര്യമാണ് അവർക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ ഗാന്ധി ആണയിട്ട് പറയുന്നു 300-നടുത്തുള്ള സീറ്റുകൾ ലഭിക്കും എന്നുള്ളത്. ഇന്ത്യ മുന്നണിയിലെ പല നേതാക്കന്മാരും പരസ്യമായിട്ട് അങ്ങനെ പറയുന്നു. അങ്ങനെ പറയുന്ന ഘട്ടത്തിലും ഇവർ സംശയം പ്രകടിപ്പിക്കുന്നത്, നമ്മളോട് തന്നെ സംശയം പ്രകടിപ്പിക്കുന്നത്, ഇനി എങ്ങാനും എക്സിറ്റ് പോളിൻ്റെ രീതി അത് പറഞ്ഞതുപോലെ ആകുമോ എന്നതാണ് അവർ നമ്മളോട് ചോദിക്കുന്നത്. മറുവശത്ത് BJP-ക്കാർ ചോദിക്കട്ടെ, ഇപ്പൊ രാവിലെ രാധാകൃഷ്ണൻ എഴുന്നേറ്റപ്പം ആദ്യം ആലോചിച്ച കാര്യം സത്യസന്ധമായിട്ടെന്ന് പറയുക എന്താണ്? ഡൽഹിയിലാണല്ലോ നിൽക്കുന്നത്, രാജ്യ തലസ്ഥാനത്താണ് താങ്കൾ നിൽക്കുന്നത്, നമുക്കറിയാം. ഒരുപാട് രാഷ്ട്രീയ കരുനീക്കങ്ങളൊക്കെ കണ്ട് മനുഷ്യൻ ബോധം കിട്ടു പോകുന്ന ഒരു രാജ്യ തലസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇന്ന് ഉണർന്ന് എഴുന്നേറ്റപ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിക്കയറിയ കാര്യം വിജയകുമാർ. പക്ഷേ സത്യം പറയണമെന്നുണ്ട്. ആർക്കെ പോയോ? ഞാൻ ഇന്ന് രാവിലെ ഏറ്റവും ആദ്യമായിട്ട് ആലോചിച്ച കാര്യം ഈ വിജയം എങ്ങനെ റിപ്പോർട്ട് ചെയ്യുമെന്നുള്ളതാണ്. കാരണം രണ്ടുപേരും വിജയിക്കുമെന്ന് പറഞ്ഞു. രണ്ടുപേരും ആവശ്യത്തിന് മധുരപലഹാരങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്, ആഘോഷത്തിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവരൊക്കെ 11 മണിയോടുകൂടി എത്തി തുടങ്ങും. എങ്ങനെയാണ് ഈ രണ്ട് പേരുടെയും ഈ അവകാശവാദത്തെ നമ്മൾ നേരിടുക എന്നുള്ളതാണ് ആലോചിച്ചത്. കാരണം തങ്ങൾ ഞങ്ങൾ കുറച്ചുകൂടെ നല്ല കാര്യം എന്തെങ്കിലും ആലോചിക്കുമെന്ന് വിചാരിച്ചു. ഓക്കെ, താങ്ക് യു, വെൽ ഡൺ. ഡെറിൻ ജോസ് പറയുന്നത് ന്യൂസിലൻഡിലാണ് SK ആദ്യം നേരം എടുക്കുന്നത്. വിവരക്കേട് പറഞ്ഞു നമ്മൾ സുനിൽകുമാർ. ഡെറിൻ ജോസ് ഒരു കാര്യം പറഞ്ഞ ഇവിടെ ഇപ്പൊ സമയം ഉച്ചയ്ക്ക് 1:15 മണിയായി. നമ്മൾ നേരം എടുത്തോന്ന് സംശയിക്കുക. 1:15 മണിയാകുമ്പോൾ സംഗതി ആരാണെന്നറിയാം. പാസ്പോർട്ട് പൂത്തെങ്കിലും ന്യൂസിലൻഡിലെ കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നോടെ വിജയകുമാർ നല്ല നിലയിൽ തേജസ്വി യാദവ് രാവിലെ പറയുന്നത് അറിയോ? 290 സീറ്റ് ഇന്ത്യ സഖ്യം ജയിക്കുമെന്ന് തേജസ്വി യാദവ് പറഞ്ഞു. നമ്മുടെ ദിലീപ് ഒരു കുറിപ്പെഴുതി തന്നായിരുന്നു എന്റെ. അപ്പൊ തേജസ്വി യാദവ് ജയിക്കുന്ന പറഞ്ഞു 290 സീറ്റിൽ ഇന്ത്യ സഖ്യം വിജയിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ അവര് ആത്മവിശ്വാസം പറയുകയാണ്. ആത്മവിശ്വാസം എന്തായാലും അവരുടെ എല്ലാവരുടെ രണ്ട് മുന്നണികളും ഇപ്പൊ എക്സിറ്റ് പോൾ ആയിരുന്നു ഏറ്റവും വലിയ തലവേദന.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.